നമസ്കാരം. നടൻ സുകുമാരനെ ഞാൻ കാണുന്നത് തിരുവനന്തപുരത്ത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ഡബ്ബിംഗ് തിയേറ്ററിൽ വെച്ചാണ്. അക്കാലത്ത് കുറേ സിനിമകൾക്ക് ചെറുതും വലുതുമായ ക്യാരക്ടേഴ്സിനെ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയ്ക്ക് ഡബ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത്. സുകുമാരൻ സാർ അദ്ദേഹം അഭിനയിച്ചൊരു സിനിമയ്ക്ക് ഡബ് ചെയ്യാൻ വേണ്ടി അവിടെ എത്തിയിരിക്കുന്നു. അപ്പോൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ഡബ്ബിംഗ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ സിനിമാ തിയേറ്റർ പോലെ വളരെ വിശാലമാണ്. വലിയ സ്ക്രീനാണ്. അതിന് കുറച്ച് പിറകിലായിട്ട് ഡബ് ചെയ്യാനുള്ള മൈക്ക് നിരത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പിറകിലായിട്ട് ഇരിക്കാനുള്ള കുഷ്യനിട്ട സീറ്റുണ്ട്. അപ്പം ഞാൻ അവിടെ ഇരിക്കുകയാണ്, ഡബ്ബിങ്ങൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുകുമാരൻ സാർ അവിടെ വന്ന് ഡബ് ചെയ്യുകയാണ്. ഇരുട്ടാണ് തിയേറ്ററിനകത്ത്, പരസ്പരം കാണാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സീനാണ്. കുറേ ഡയലോഗ് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു ആ റീൽ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഡയലോഗ് കഴിഞ്ഞ് അവസാനം അത് മുഴിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഡയറക്ടർ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, സുഖേട്ടാ നമുക്ക് ആ സീൻ ഒന്നുകൂടി എടുത്താലോ? അപ്പോൾ സുകുമാരൻ സാർ അതിന് പറഞ്ഞ മറുപടിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതൊക്കെ മതിയടോ, ഇയാൾ അടുത്ത റീലിടാൻ നോക്ക്. അങ്ങനെ ഡബ്ബിങ് ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം ആ റീൽ ഡബ് ചെയ്ത് ആ റീലെന്ന് ഞാൻ പറഞ്ഞത്, സിനിമ അന്ന് ഫിലിമിലാണല്ലോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 16 റീൽസുള്ളൊരു സിനിമയാണെങ്കിൽ 16 റീലും ഇങ്ങനെ ഡബ് ചെയ്ത് പോകണം. അങ്ങനെ കുറേ റീല് ഡബ് ചെയ്തിട്ട് അദ്ദേഹം പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഞാനും തിയേറ്ററിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണമല്ലോ, സംസാരിക്കണമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അദ്ദേഹം പുറത്തേക്ക് വന്നു, ഒരു സിഗരറ്റൊക്കെ എടുത്ത് കത്തിച്ച് ഇങ്ങനെ വലിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയാൽ ഭയങ്കര ഗൗരവഭാവമാണ്. ഒരു ടെൻഷൻ പോലൊക്കെ എനിക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ ആ മുഖഭാവം കണ്ടപ്പോൾ. അപ്പോൾ എങ്ങനെയാണൊന്ന് പരിചയപ്പെടുന്നത്? എനിക്കൊരു സ്വഭാവമുണ്ട്, അധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇടിച്ചു കയറി ആരെയും പരിചയപ്പെടാനോ സംസാരിക്കാനോ ഒന്നും ഞാൻ ശ്രമിക്കാറില്ല. എൻ്റെ നല്ല സ്വഭാവമാണോ മോശം സ്വഭാവമാണോ എന്ന് എനിക്കറിയില്ല. നല്ല സ്വഭാവമാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അങ്ങോട്ട് പോയതുമില്ല, ഞാൻ പരിചയപ്പെട്ടതുമില്ല. സുകുമാരൻ സാറിൻ്റെ ഡയലോഗ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ രസകരമാണ്. ഇപ്പം മിമിക്രിക്കാരനല്ലെങ്കിൽ പോലും ഒരാൾ അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശൈലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് സുകുമാരൻ ആണെന്ന് മനസ്സിലാകാൻ പറ്റും. പ്രശസ്തമായ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ കൊച്ചിൻ രസികയുടെ ആണെന്ന് തോന്നുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നു. സിനിമാ നടന്മാരെയൊക്കെ, സുകുമാരൻ ഉൾപ്പെടെയുള്ള നടന്മാരെയൊക്കെ ഞാൻ അവതരിപ്പിച്ച് അങ്ങനെ തീരാറായപ്പോൾ ഒരു തുണ്ട് പേപ്പർ വന്നു, സുകുമാരനെ ഒന്നുകൂടി അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ സുകുമാരൻ സാറ് മരിച്ച വാർത്ത ടി വിയിൽ കണ്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി, ഭയങ്കരമായിട്ട് കരഞ്ഞുപോയി. ഒരുപക്ഷെ എനിക്ക് അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം, അല്ലെ അദ്ദേഹത്തിൻ്റെ ശബ്ദം വളരെ കുഴപ്പമില്ലാതെ അനുകരിക്കുന്നൊരു കലാകാരനായതുകൊണ്ടാകാം. അന്നൊക്കെ ഞാൻ അനുകരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിച്ചിരുന്ന ഡയലോഗും, അയ്യോ പാവം അമ്പടി കള്ളി, വന്നാട്ടെ ഇരുന്നാട്ടെ, കുടിക്കാൻ ചായയോ കാപ്പിയോ, ബാക്കി എന്താണെന്ന് ഓർമ്മയില്ല. ഇപ്പം ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ കമൽഹാസൻ്റെ ഗുണ എന്ന സിനിമയിലെ തമിഴ് ഡയലോഗും പാട്ടും ഉണ്ടല്ലോ, അത് മലയാളത്തിൽ അന്ന് എടുത്തിരുന്നുവെങ്കിൽ, സുകുമാരൻ അതിൽ അഭിനയിച്ചിരുന്നുവെങ്കിൽ എങ്ങനെ ഇരിക്കാമെന്നുള്ളൊരു തമാശ രൂപേണ ഞാൻ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഡയലോഗ് പാട്ടൊന്ന് ഓർമ്മ വരാൻ വേണ്ടി കമൽഹാസൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാം. കൺമണി, அன்போட காதலன் நான் எழுதும் கடிதம், கடிதமே படி. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. பாட்டாகவே படிச்சு கிட்டிய. முதல்ல കൺമണി சொன்னല്ല, ഇപ്പോൾ പൊന്മണി പോട്ടുക്കോ, പൊന്മണി. അങ്ങനെ പോകുന്നത്. ഇത് മനസ്സിലായല്ലോ സംഭവം ഇതാണ്. ഇത് സുകുമാരൻ മലയാളത്തിലെടുക്കുമ്പോൾ സുകുമാരൻ അഭിനയിച്ചിരുന്നുവെങ്കിൽ എങ്ങനെയാകുമായിരുന്നു എന്നുള്ളത് ഒരു ഹാസ്യ സങ്കല്പമാണ്. അമ്പടി കമ്മണി, സ്നേഹത്തോടെ നിന്റെ കാമുകൻ ഞാൻ എഴുതുന്ന ലവ് ലെറ്റർ. ഒന്ന് വായിച്ചേ കൊച്ചേ. അമ്പടി കൺമണി, സ്നേഹത്തോടെ കാമുകൻ ഞാൻ എഴുതുന്ന ലവ് ലെറ്റർ. നീ കൊള്ളാമല്ലോ കൂടി കൊച്ചേ, നിനക്ക് പാട്ടൊക്കെ പാടാൻ അറിയാം അല്ലേ? എന്നാ പിന്നെ അടുത്ത പരിഹരിക്കും. പൊന്മണി, നിൻ്റെ വീട്ടിൽ നിൻ്റെ അച്ഛന് സുഖമില്ലെങ്കിൽ ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോകാം. അയ്യോ, അങ്ങനെയൊന്നും അല്ലല്ലോ ചേട്ടാ, അങ്ങനെയല്ല.
എടി കൊച്ചേ, എന്താ നിനക്കൊരു പുണ്യം? എൻ്റെ കാമുകിക്ക് ഞാനെഴുതുന്ന ലവ് ലെറ്റർ എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്, അല്ലാതെ നീയല്ല. മനസ്സിലായോടി കൊച്ചേ? ആ ചെല്ല് പോ. പ്രിയമുള്ളവരെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നില്ലേലും ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.